എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി അറിയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ യജമാനനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 13-ാം അധ്യായം 13-ാമത് വാക്യം. ആ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക എന്നുള്ളതായ പ്രസ്താവനയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവനെ ബോധ്യപ്പെടുത്തുന്ന വസ്തുത, ഈ ലോക ജീവിതമെന്ന് പറയുന്നത് താൽക്കാലികമാണ്. പുല്ല് ഉണങ്ങുന്നത് പോലെ, പൂ വാടിപ്പോകുന്നത് പോലെ അവസാനിക്കുന്ന ഒന്നാണ് ജീവിതമെന്നും, എന്നാൽ ജീവകാലത്ത് മാന്യമായും മര്യാദയായും ദൈവത്തെ ഭയപ്പെട്ടും മനുഷ്യനെ സ്നേഹിച്ചും നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് നന്മയ്ക്ക് കാരണമായി തീരുമെന്നും ഓർപ്പിക്കുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം 11-12 അധ്യായങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ, യൗവനകാലത്ത് യൗവനക്കാരായ ആളുകൾ ആനന്ദിക്കേണ്ടതിനും സന്തോഷിക്കേണ്ടതിനും വേണ്ടി അവർക്കിഷ്ടമുള്ള വഴികൾ തിരഞ്ഞെടുക്കുകയും അവർ തിമിർത്ത് അഹങ്കാരത്തോടും ശാഠ്യത്തോടും ഒക്കെ ജീവിക്കുന്നതായ പശ്ചാത്തലങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്നറിയണം, നിങ്ങളുടെ യൗവനവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രസിദ്ധിയും സകലതും മായയാണ്. ഏത് സമയത്തും മാറിപ്പോകുന്ന നിഴൽ പോലെ, മാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഒന്നാണ് ഈ ലോക ജീവിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ആനന്ദത്തിമിർപ്പിൽ ജീവിക്കുന്നതിനപ്പുറത്ത് സൃഷ്ടിതാവായ ദൈവത്തെ ഓർത്തുകൊണ്ട് ദുർദിവസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ദിവസങ്ങൾ വരുമെന്നോർത്ത് ദൈവസന്നിധിയിൽ മര്യാദയായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നോർമ്മപ്പെടുത്തിയിട്ടുള്ള വാക്കുകളാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴും പൗലോസ് പറയുന്നുണ്ട്: ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങൾ മര്യാദ കെട്ട് ജീവിക്കുന്നവരായിട്ടല്ല, നിങ്ങൾ അടങ്ങിപ്പാർക്കുന്നവർ, സ്വന്തം കാര്യം നോക്കുന്നവർ, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നവർ, അങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമൂഹം നമ്മെ അംഗീകരിക്കണമെങ്കിൽ, സമൂഹം നമ്മെ ചേർത്ത് നിർത്തണമെങ്കിൽ, ദൈവത്തിൻ്റെ കരുണയും കരുതലും സ്നേഹവും നമുക്ക് അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ നാം മര്യാദ കെട്ട് നടക്കുന്നവരായിട്ടല്ല, നാം അടങ്ങിപ്പാർക്കുന്നവരായി, മനുഷ്യനോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി, മനുഷ്യനെ മനുഷ്യനോർത്ത് സ്നേഹിക്കുന്നവരും ആ തലത്തിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയുടെ നന്മയ്ക്ക് കാരണമായി തീരേണ്ടതിന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ മര്യാദ കെട്ടി ജീവിച്ച് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നവരായിട്ടല്ല,
ഞങ്ങൾ അടങ്ങിപ്പാർക്കുന്നവരായി മനുഷ്യൻ്റെ അംഗീകാരവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.